ഈ പൗരത്വ ബില്ല് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നതല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് യാഥാർത്ഥ്യമാണ്. അത് മുസ്ലിങ്ങളെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ സ്ത്രീകളെയാണ് അത് ഏറ്റവും ശക്തമായി ലക്ഷ്യം വെക്കുന്നത്. നിങ്ങൾ മറന്നുപോയിക്കൂടാ, സ്ത്രീകളെ മുഴുവൻ അത് ലക്ഷ്യം വെക്കുന്നു. ഇന്ത്യയിൽ സ്വന്തമായി ഭൂമി കൈവശമുള്ള എത്ര സഹോദരിമാർ ഈ ഇന്ത്യ മഹാരാജ്യത്തിനകത്തുണ്ടാവും? കോടിക്കണക്കായ ജനത വസിക്കുന്ന ഈ രാജ്യത്തിനകത്ത് സ്വന്തമായി ഭൂമി കയ്യിലുണ്ട് എന്നതിൻ്റെ രേഖ കൊണ്ടുവരാൻ പറയുകയാണ്. പൗരത്വ രജിസ്റ്ററിനകത്തേക്ക് കടന്നുകൂടാൻ എത്ര പേർക്ക് സ്വന്തമായി അങ്ങനെ ഒരു രേഖയുണ്ടാവും? നമ്മുടെ നാട്ടിനകത്ത്, ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം അത് പുരുഷനിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അച്ഛനിൽ നിന്ന് മകളിലേക്കും മകനിൽ നിന്ന് മകനിലേക്കുമാണ് കൈമാറ്റം ചെയ്യുന്നത്. അത് സ്ത്രീകളിൽ എത്തുന്നത് വളരെ വിരളമായേ ഉള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നോർത്ത് ഇന്ത്യയിലൊന്നും